ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത വന്ന ആ വിഷയമാണ്. അടുത്ത ഘട്ടത്തിൽ അമേരിക്ക ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് അമേരിക്ക പോകുമോ? മഞ്ജുഷേ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ പാനലിസ്റ്റിനോട് ചിലരോട് എനിക്ക് വിയോജിക്കേണ്ടിയിരിക്കുന്നു. നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, ആദ്യം വിയോജിക്കേണ്ടത് മീഡിയയോടാണ്. കാരണം ഇവിടെ ഈ യുദ്ധത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി പരത്തിയത് സോഷ്യൽ മീഡിയയാണ്. അതിനകത്ത് ഓടിക്കോ അത് 2 മണിക്കൂർ കൊണ്ട് ലോകം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്യാപ്ഷനകത്ത് ഭയങ്കരമായിട്ട് പരിഭ്രാന്തി പരത്തിയത് മീഡിയ ആണ് എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ. രണ്ടാമത് എനിക്ക് ശവപ്രസാദ് പറഞ്ഞതിനോട് വിയോജിക്കണം. കാരണം ഈ LPGയുടെ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഓരോ രാജ്യങ്ങൾക്കും ഇത് റിസർവ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. അത് ഇന്ത്യക്ക് 20 ദിവസമാണെങ്കിൽ ചൈനയ്ക്കും ജപ്പാനും അമേരിക്കയ്ക്കും ഒക്കെ 2 മാസം 3 മാസം ഉള്ളത് അതൊരു ഫാക്ട് ആണ്. ഇനി അത് ഇല്ല എങ്കിൽ അത് രണ്ടാമത്തേത് അതിന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് അത് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റ് ആ ഒരു ലൈനിലേക്ക് ചില സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറേജിന്റെ ഫെസിലിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ്. മൂന്നാമത്തെ പറയാനുള്ളത്, ഈ 2 ഷിപ്പ് വന്നു എന്ന് നമ്മൾ പറയുന്നു. 28 ഷിപ്പ് അവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വന്നു എന്ന് കരുതുക, ഞാൻ ഹൈപ്പോത്തറ്റിക്കലി. അപ്പൊ നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ധനക്ഷാമം അല്ലെങ്കിൽ ഒരു LPG ക്രൈസിസ് അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദർ ഈസ് എ ക്രൈസിസ്. അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ദോസ് ആർ ദ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ്. 28 എണ്ണം ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വരുന്നത് ആശ്വാസജനകമാണ്. എന്നാൽ ഇസ് ഇറ്റ് ഇനഫ്? നോ. മാത്തമാറ്റിക്സ് അറിയാവുന്ന ആര് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ട് ABCD പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതുള്ളത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു പരിഭ്രാന്തിയെക്കാളും കൂടുതൽ പരിഭ്രാന്തി വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണം. എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ നാട്ടിൽ ഇരുന്ന ചില ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്: സിലിണ്ടറിന്റെ ക്ഷാമം അവിടെ ഉണ്ട്. ചില ചെറുകിട ഹോട്ടലുകളൊക്കെ ഓൾറെഡി അടച്ചു. അപ്പൊ അത് ഇപ്പൊ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയത്തില്ല. മേ ബി പ്ലാനിങ്ങിന്റെ ആയിരിക്കും. ഇത് ഒരു ക്രൈസിസ് ആണ്. അത് ക്രൈസിസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വരും. അതിനകത്ത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടല്ല ട്രംപ് പോയി അമേരിക്ക പോയി അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം വന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് വെൻ വി അസസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ പ്രോബ്ലം ദെയർ. അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൈസ് കൂടുന്നുണ്ട്. ഗ്യാസിനും പെട്രോളിനും വില കൂടുന്നുണ്ട്. 60-70 സെന്റോളം വില കൂടി. അപ്പൊ അങ്ങനെയുള്ള ഇമ്പാക്ട് ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതും റിയാലിറ്റിയാണ്. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. ദീസ് ആർ ഓൾ നമ്പേഴ്സ്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിട്ട് മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു എനർജി വാറിനകത്ത് ഇപ്പൊ 2 വേർഡുകളാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഒന്ന് കാർഗ് ഐലൻഡ്, രണ്ടാമത്തേത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. അപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമുസും ഒരു ഓപ്പോസിറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിനകത്ത് കാർഗ് ഐലൻഡിനെ കയറി പിടിക്കുന്നത്.